പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ A3 പ്രിന്ററായ എപ്സൺ L1455 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L1455 പ്രിൻ്റർ ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് ഓപ്പണായി വന്നാൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. പുതിയ കമ്പ്യൂട്ടറിലെല്ലാം വിൻഡോസ് 10 64 ബിറ്റ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നില്ല, അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആയിരിക്കും കാണിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വിൻഡോസ് വെർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ഒരുവിധം എല്ലാ സിസ്റ്റത്തിലും ഇതേപോലെ നമ്മൾ വെർഷൻ ഏതാണെന്നുള്ളത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്താണ് ബ്രാക്കറ്റിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താണ്ട് അതിന് അടുത്ത് കാണുന്ന ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ സൈറ്റിൻ്റെ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ഇപ്പോൾ സൈറ്റ് റീലോഡായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള താഴോട്ട് പോരുക. ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, സ്കാനർ ഡ്രൈവറും ഉണ്ടാവും, പ്രിൻ്റർ ഡ്രൈവറും ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പ്രിൻ്റർ ഡ്രൈവറാണ് ആദ്യം ചെയ്യുന്നത്. സ്കാനർ ഡ്രൈവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കാണുന്ന സ്കാനർ ഡ്രൈവറും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന പ്രിൻ്റർ ഡ്രൈവറിൻ്റെ നേരെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ പ്രിൻ്റർ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മുടെ ലാംഗ്വേജ് ആണ് ചോദിക്കുക. അപ്പോൾ അത് ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ എഗ്രി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓക്കെ എന്ന് കൊടുക്കുക, എങ്കിൽ മാത്രമേ അവിടെ ഓക്കേൻ്റെ ഇത് എനേബിൾ ആവുകയുള്ളൂ. അപ്പോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നതാണ് യെസ്. ഞാനിപ്പോൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് USB കണക്ഷൻ വഴിയുള്ള മെത്തേഡാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നോ USB കണക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഈ പോർഷനിലെത്തുമ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഇൻസ്റ്റാളേഷൻ ഈ പ്രൊസീജിയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റർ കമ്പ്യൂട്ടറിൽ ഡിറ്റക്റ്റഡ് ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ചെറിയൊരു മെസ്സേജ് വരുന്നതാണ്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നാണ്. യെസ്, കണ്ടില്ലേ, ഇവിടെ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഏത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻ്റിൻ്റെ പേര് ഇവിടെ ആ ഡോക്യുമെൻ്റ് അവിടെ പ്രിൻ്റ് ഓപ്ഷനിൽ പ്രിൻ്റ് നെയിമിൻ്റെ അവിടെ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ഞാനൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് ഞാൻ ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുകയാണ്. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത പ്രിൻറ്റേഴ്സിൻ്റെ പേരെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. യെസ്, നമ്മൾ നേരത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഹൈഡായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഹൈഡായിട്ടായിരിക്കും ഉണ്ടാവുക. ഡിറ്റക്റ്റഡ് ആണെങ്കിൽ അത് കണക്റ്റഡ് ആണ്, വർക്കിംഗ് ഓക്കെ ആണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ആ പേരിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിൽ ജസ്റ്റ് ഞാനൊരു പ്രിൻ്റ് ടെസ്റ്റ് പേജ് കൊടുക്കുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.